സോ ഇന്നത്തെ വീഡിയോ Tailwind CSS കുറിച്ചാണ്. സോ അതിന് മുമ്പ് കറന്റ് CSS നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസീവ്നെസ് നമുക്ക് ഒരു വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ടാസ്കുമാണ്. അതേപോലെ കുറെ ബ്രൗസറിന് ഓരോരോ CSS സപ്പോർട്ടബിലിറ്റി ഉണ്ടാവില്ല. സോ അതിന് ഓരോ ബ്രൗസർ ബേസ്ഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ബട്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ വന്നതാണ് നമ്മളെ ബൂട്ട്സ്ട്രാപ്പ് അല്ലെങ്കിൽ അതേപോലത്തെ ഫ്രെയിംവർക്സ് ഒക്കെ. സോ അതിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഹൈ ലെവൽ കോമ്പണൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ബട്ടൺ, കാർഡ്സ്, കുറെ ലേഔട്ട്സ് ഒക്കെ അവർ പ്രീ ബിൽഡ് ആയിട്ട് തരും. ബട്ട് അതിൽ ഒരു മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈലി കസ്റ്റമൈസബിൾ അല്ല. സോ അത് ഹൈലി കസ്റ്റമൈസബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുവന്ന ഒരു മോഡ്യൂളാണ് Tailwind CSS എന്ന് പറയുന്നത്. ഏതൊരു എലിമെന്റ് എടുത്താലും അതിൽ ഹൺഡ്രഡ്സ് ഓഫ് പ്രീ ബിൽഡ് യൂട്ടിലിറ്റീസ് ഉണ്ടാവും. സോ നമുക്ക് അത് എടുത്ത് യൂസ് ചെയ്യാം. അതിലും നമുക്ക് കസ്റ്റമൈസബിൾ ആക്കാൻ പറ്റും. സോ അതർ CSS ഫ്രെയിംവർക്സിനെക്കാട്ടും ഇതിൽ കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, ഇത് അൺയൂസ്ഡ് കോഡ്സ് ഒക്കെ പ്രൊഡക്ഷൻ ടൈമിൽ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്ത് കളയും. സോ അതേപോലെ തന്നെ ഇതിൽ റെസ്പോൺസീവ് കൊണ്ടുവരാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഇതിൽ പ്രീ ബിൽഡ് യൂട്ടിലിറ്റീസ് ലൈക്ക് സ്മോൾ, മീഡിയം, ലാർജ് ഉണ്ട്. സോ അത് കാരണം തന്നെ കൊണ്ടുവരാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് ഒരു എക്സ്റ്റെൻസീവ് ഫ്രെയിംവർക്ക് സപ്പോർട്ടബിലിറ്റി ഉണ്ട്. സോ ഏതൊരു ഫ്രെയിംവർക്ക് എടുത്താലും നമുക്ക് Tailwind CSS സപ്പോർട്ട് ഉണ്ട്. സോ ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് കഴിഞ്ഞാൽ കോഡ് റിപ്പീറ്റേഷൻ വരും. സോ അതിനുവേണ്ടി നമുക്ക് ഇവർ തന്നിരുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ CSS ഫയലിൽ പോയിട്ട് അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ട് ആ ട്രഡീഷണൽ CSS മെത്തേഡിൽ തന്നെ നമ്മളൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നിട്ട് എല്ലാ കോമ്പണന്റും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇനിയൊരു ഫീച്ചർ ഇതിന്റെ ഡാർക്ക് മോഡാണ്. നമ്മൾ ഡാർക്ക് മോഡ് കോൺഫിഗറേഷൻ ഫയൽ എനേബിൾ ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് നമ്മുടെ യൂട്ടിലിറ്റീസിലൊക്കെ ഡാർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ യൂട്ടിലിറ്റീസ് ഒന്നും നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ഏതൊരു ഐഡിയിലാണെങ്കിലും അവർ അവരുടേതായ എക്സ്റ്റൻഷൻ ഉണ്ട്. സോ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അത് സെർച്ച് ചെയ്താൽ മതി, നമുക്കത് കിട്ടും. സോ അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചർ റെഡിമെയ്ഡ് കോമ്പണൻസ് ഉണ്ട്. ബാക്കിയുള്ള അതർ ഫ്രെയിംവർക്സ് ലൈക്ക് ബൂട്ട്സ്ട്രാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമ്പണന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പണൻസ് യൂസ് ചെയ്യാം. പ്ലസ് നമുക്ക് ഹൈലി കസ്റ്റമൈസബിൾ ആണ്. സോ ഇതാണ് Tailwind CSS in 100 seconds. ഇതിന്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.